കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ നടന്ന, അതായത് പുതിയുഗ യാത്രയുടെ ഭാഗമായി കുറ്റ്യാടിയിൽ നടന്ന പരിപാടിയിൽ ഷാഫി പറമ്പിലെത്തുകയും അവിടെ അദ്ദേഹത്തിന് അതൃപ്തി നേരിട്ടുകൊണ്ട് അദ്ദേഹം പിണങ്ങി എന്നുള്ള വാർത്തകളാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കൃത്യമായ ഒരു വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെയുള്ള തിക്കും തിരക്കും കാരണവും അതുപോലെ തന്നെ സമയബന്ധിതമായ കാരണം കൊണ്ടാണ് തന്നെ ഇനി വിളിക്കേണ്ട സംസാരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടതുപോലെ ഷാഫി പറമ്പിലും വി.ഡി. സതീശനും രണ്ട് ദിശകളിലേക്ക് വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നതാണോ കാണാൻ സാധിക്കുന്നത്? ഒരിക്കലും വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് DCC പ്രസിഡന്റ് കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ നോക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് സൈബർ സഖാക്കന്മാരൊക്കെ ഒരുപാട് പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പരിപാടിയെ സംബന്ധിച്ച് ആ സ്റ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഒരു കോൺഗ്രസിന്റെ വേദി. എല്ലാ നേതാക്കന്മാരും നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിനെ പലപ്പോഴും നമ്മൾ കളിയാക്കുന്നത് ഇതിന്റെ പേരിൽ തന്നെയാണ്. ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നിറയെ നേതാക്കന്മാരാണ്. അവിടെ CPM-നെ പോലെയല്ല. CPM-ന് അവിടെ 1, 2, 3 നേതാക്കന്മാർ, അല്ലെങ്കിൽ ഒരു 10 പേരിരിക്കുന്ന ഒറ്റ വരി, അതിനപ്പുറത്തേക്ക് ആരുമില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. എല്ലാവരും ചിലപ്പോൾ അണികൾ വരെ സ്റ്റേജിൽ കാണും. അതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ അവിടുത്തെ ചിലപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വരെ സ്റ്റേജിൽ കാണാം, അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ വരെ ചിലപ്പോൾ സ്റ്റേജിൽ. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതിയാണ്. അല്ലെങ്കിൽ ചിലർക്ക് വേദിയിൽ സ്ഥലം വേണമെന്നത് പാർട്ടിയെ സംബന്ധിച്ച് ചില ആളുകൾക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് പരിപാടി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിപാടി നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ റോഡിലൂടെ പോകുന്ന യാത്രയെ വേഗം പോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകളെ മാറ്റി കൊണ്ടുപോകുന്നത്. അതായത് പോ നമുക്കറിയാം, ഒരു ഉത്സവത്തിന് ഘോഷയാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉത്സവത്തിന് ഒരു പരിപാടി നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഗം പോകാൻ വേണ്ടി പറയുന്നത്, അത് ചിലപ്പോൾ അമ്പലത്തിനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? ഒരിക്കലും. സമയബന്ധിതമായ കാര്യങ്ങൾ, അതുപോലെ സൗകര്യങ്ങളുടെ കുറവുകൾ, പരിമിതി മൂലം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ഒരു ധൃതി അവിടെ കാണിച്ചത്. പ്രശ്നമല്ല, ഇപ്പോ സമയബന്ധിതമായിട്ടാണ്. ഇപ്പൊ വി.ഡി. സതീശന്റെ ഒരു പരിപാടി എന്ന് പറയുന്ന കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ പറഞ്ഞ പരിപാടിയാണ്. ഓരോ ജില്ല കഴിയുമ്പോഴും അവിടെ ഇൻചാർജ് കൊടുത്തിട്ടുള്ള ഓരോ ആളുകളുണ്ട്. ആ പരിപാടി കൃത്യസമയത്ത്, അതായത് ഒരു 5 മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് അരമണിക്കൂർ താമസിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ പോകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 10 മണിവരെ 11 മണിവരെയൊക്കെ നിൽക്കും. പിന്നെയും 12 മണിക്ക് 1 മണിക്കൊക്കെ പരിപാടി നടത്താൻ പറ്റുമോ ഒരു പാർട്ടിയെ സംബന്ധിച്ചു? അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു ഗുണമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഒന്നെങ്കിൽ പരിപാടിക്ക് ഷാഫി സംസാരിച്ചിട്ടേ പോകാവൂ എന്നുള്ള നേതാക്കന്മാരുടെ ഒരു വികാരമാണ് നമ്മളവിടെ കണ്ടത്. തീർച്ചയായിട്ടും അവിടെ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, വി.ഡി. സതീശന് മുൻപ് ഷാഫി പറമ്പിലിനെ വിളിച്ചില്ല പ്രസംഗിക്കാൻ വേണ്ടി. ആ ഒരു പിണക്കമാണ് ഷാഫി ആ വേദിയിൽ കാണിച്ചത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷാഫി പറമ്പിൽ പോയ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വേദി കൊടുത്തില്ലെന്ന് പറഞ്ഞ പരാതിയുടെ ആവശ്യം ഒരിക്കലും സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പരിപാടി ആരുടേതാണ്? വി.ഡി. സതീശന്റേതാണ്. വി.ഡി. സതീശൻ പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, അതായത് ആ വി.ഡി. സതീശൻ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. യഥാർത്ഥത്തിൽ ഈ കോർണർ മീറ്റിംഗുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി.ഡി. സതീശൻ വരുന്നതിനും 1 മണിക്കൂർ മുമ്പോട്ടേ അവിടെ പ്രസംഗങ്ങൾ നടക്കും. അപ്പൊ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ വി.ഡി. സതീശൻ വരുമ്പോഴത്തേക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മാറിയിട്ട് അദ്ദേഹം വന്ന് സംസാരിക്കുക, അദ്ദേഹം പോകുക. കാരണം ഒരു യാത്രയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. അല്ല, ഇവര് പറയുന്നത് MP ആണല്ലോ, അപ്പോ അദ്ദേഹത്തിന് കുറച്ചുകൂടി വില കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകാമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്റ്റേജിൽ കയറി നിന്ന് അവരെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പലിന് ഒരു സ്ഥാനം പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഔചിത്യവുമില്ല. ഇപ്പോ DCC പ്രസിഡന്റിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞത്, വേണ്ട, എന്നെ സംസാരിക്കാൻ വിളിക്കരുത്. പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു തിടുക്കമാണ് നമ്മൾ അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ അതിനകത്ത് വിളിച്ചു കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. അത് പക്ഷേ വിളിച്ചത് കൊണ്ടുള്ള ഒരു അനിഷ്ടമാണോ, അതോ യഥാർത്ഥത്തിൽ ഒരാളെ വിളിച്ചു, അദ്ദേഹം സംസാരിക്കട്ടെ, അതിനുശേഷം വിളിക്കും, അല്ലാതെ ഒരാളെ വിളിച്ച് മുൻപിൽ നിർത്തിയിട്ട് പിന്നെ എന്നെ വിളിക്കുന്നതിൽ അതാണ് അദ്ദേഹം തിരുത്തുന്നതായിട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു വശം. അല്ല, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കോർഡിനേഷൻ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ
സംബന്ധിച്ച് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കോർഡിനേഷൻ ഇല്ലായ്മ പലപ്പോഴും വരും. കാരണം ഒരുപാട് നേതാക്കന്മാരാണ്. ഒരു പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരാണ്. എല്ലാവരെയും വിളിച്ച് സംസാരിപ്പിക്കാനുള്ള സമയമൊന്നും കാണില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിന് സമയം കൊടുക്കണമെന്ന് പുറകിൽ നിന്നുകൊണ്ട് ആളുകൾ പറയുമ്പോൾ, ഇപ്പോൾ വി ഡി സതീശനേക്കാൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിനെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഷാഫി സംസാരിക്കണം എന്നൊരു രീതി വരുമ്പോ, ഇപ്പോ അദ്ദേഹം വന്നിട്ട് അടുത്തായി വി ഡി സതീശൻ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി പോകുമ്പോൾ ആളുകൾ പറയും ഷാഫിയെ സംസാരിക്കാൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നാ അടുത്ത ഷാഫി വരും. ഒരു കോർഡിനേഷനിലായ്മയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും വി ഡി സതീശൻ വന്ന് പ്രസംഗിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ സംസാരിച്ചാരാണ്? ഷാഫി പറമ്പിലാണ്. എനിക്കിതിനകത്ത് ഒന്നും പറയാനില്ല, ഞാൻ ഒറ്റ വാക്കിൽ ഈ യാത്രയ്ക്ക് അഭിസംബോധന ചെയ്ത് അദ്ദേഹം നിർത്തി. അതെ, അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് സമയം നമുക്ക് വളരെ കുറവാണ് എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഈ 100, 110 എന്നുള്ള എണ്ണം എടുക്കുമ്പോൾ 100 കഴിഞ്ഞെണ്ണുകയാണെങ്കിൽ കുറ്റ്യാടി എണ്ണിയാൽ മതിയോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ കുറ്റ്യാടിയിലാണ് പരിപാടി നടത്തുന്നത്, അപ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഒരു സ്ഥലത്തെ എടുത്തു പറയുക എന്നുള്ളത് ഒരു സാധാരണമായ ഒരു പ്രസംഗത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അത്രയും വലിയ ഒരു വേദി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒരാൾ വന്ന് അങ്ങനെ ഒരു സ്ഥലത്തെ എടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് അത് കുറച്ചുകൂടി ഒരു അഭിമാനമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് LDF-നെ സംബന്ധിച്ച് LDF ആ പരിപാടിയെ വലിയൊരു ഫ്ലോപ്പ് ആക്കി മാറ്റാൻ നോക്കുക, അല്ലെങ്കിൽ UDF തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഷാഫി പറമ്പിൽ പറയുന്നത് 100 കഴിഞ്ഞ് എണ്ണുമ്പോൾ അടുത്തത് കുറ്റ്യാടി ആയിരിക്കുമെന്ന് പറയുമ്പോൾ UDF-ന് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിനകത്ത് ഒരു സീറ്റ് കുറ്റ്യാടിയും ആയിരിക്കും എന്നാണ് ഷാഫി പറമ്പിൽ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ UDF എന്താണ്, ഇപ്പൊ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ കുറ്റ്യാടി കിട്ടില്ലേ എന്നുള്ള ചോദ്യവുമായിട്ടാണ് CPM വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ വീഡിയോയിലെ അതായത് ആ ഭാഗത്തെ ഒരാളെ വിളിച്ചിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്ന് പറയുന്ന ആ ശബ്ദ സന്ദേശം മാത്രം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടുത്തെ DCC പ്രസിഡന്റിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളുമായിട്ട് CPM-ന്റെ നേതാക്കന്മാർ വരുന്നു. ഈ പരിപാടി കോൺഗ്രസ്സുകാർ തമ്മിൽ അടിയാണ് അല്ലെങ്കിൽ സംഘർഷമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും വീഡിയോകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ സംഘർഷമാണ് എന്ന്, അതായത് ഷാഫി പറമ്പിൽ പിണങ്ങിപ്പോയി എന്ന് പറയുന്ന പരിപാടി, അത് കഴിഞ്ഞിട്ട് വരുന്ന പരിപാടിയിൽ ഷാഫി ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു രംഗമുണ്ട്. വേഗം പോ എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്ന ഷാഫി പറമ്പിൽ. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്താണ്? ഷാഫി ഷോ ഷാഫി. അതായത് ഷാഫി പറമ്പിൽ ആ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് ഷോ. അവിടെ ഇറങ്ങി ആളുകളെ നിയന്ത്രിച്ച് എല്ലാവരും യാത്ര ഫ്രണ്ടിൽ പോകുമെന്ന് പറയുമ്പോൾ അത് ഷോ. അതായത് എല്ലാത്തിനെയും പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എല്ലാവരെയും മോശമായി ചിത്രീകരിക്കുക ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ ഷാഫി പറമ്പിലായിക്കോട്ടെ, വി ഡി സതീശനായിക്കോട്ടെ, ഓരോ നേതാക്കന്മാരെയും ഷാഫിയെ തകർക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അപ്പോ ഷാഫിയെ ഒരു ഇടം കിട്ടിയപ്പോൾ ഒന്ന് ആക്രമിക്കാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ.